ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനത്തിന് കോതമംഗലത്തും പരിസര പ്രദേശങ്ങളിലും ആവേശോജ്വലമായ സ്വീകരണം. കോട്ടപ്പടി പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ച സ്ഥാനാർത്ഥി പര്യടനം വിവിധ പഞ്ചായത്തുകളിലൂടെയും മുനിസിപ്പാലിറ്റിയിലൂടെയും സഞ്ചരിച്ച് പല്ലാരിമംഗലത്ത് സമാപിച്ചു. കിഴക്കൻ മലയോര മേഖലയായ കോതമംഗലത്തെ ഇളക്കിമറിച്ച് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനത്തിന് നാടെങ്ങും ആവേശോജ്വലമായ സ്വീകരണം. കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമുടിയിൽ നിന്നും രാവിലെ ആരംഭിച്ച പര്യടനം കോട്ടപ്പടി, നെല്ലിക്കുഴി, വാരപ്പെട്ടി, പല്ലാരിമംഗലം പഞ്ചായത്തുകളിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലുമായി 60-ലേറെ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. വിവിധ സ്ഥലങ്ങളിൽ കർഷകരും കർഷക തൊഴിലാളികളും സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകാനായി എത്തിച്ചേർന്നത്. കനത്ത വെയിൽ പോലും വകവയ്ക്കാതെ എത്തിയ അമ്മമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ദൃശ്യങ്ങൾ വേറിട്ട അനുഭവമായി മാറി. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാന ഫർണിച്ചർ വ്യവസായ മേഖലയായ നെല്ലിക്കുഴിയിലെ ഇരുമലപ്പടിയിൽ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. പ്ലാമുടിയിൽ നടന്ന സ്വീകരണ സമ്മേളനം മുൻ മന്ത്രി TU കുരുവിള ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പടി UDF ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ D. കോര പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ KP ബാബു, ഷിബു തെക്കുംപുറം, PP ഉതുപ്പാൻ, ഷമീർ പനയ്ക്കൽ, അബു മൊയ്തീൻ, രഹന നൂറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. പര്യടനം പല്ലാരിമംഗലം വെള്ളാരമറ്റത്താണ് സമാപിക്കുക. നമ്മുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിയുടെ രണ്ടാം ഘട്ടമാണ് ഇവിടെ തുടങ്ങുന്നത്. എല്ലാവർക്കും അറിയാം, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാടിന് മുമ്പാകെ നമ്മൾ അവതരിപ്പിച്ച ജനകീയ പ്രശ്നങ്ങൾ, ആ ജനകീയ പ്രശ്നങ്ങളിൽ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാതെ ജനങ്ങളെ ആകെ കഷ്ടപ്പെടുത്തുന്ന ദുരിതത്തിലാഴ്ത്തുന്ന നടപടികളുമായി നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.